ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മൾ പഴം വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് ചെയ്യുന്നത്. പണ്ടേ ചെയ്തു വരുന്ന ഒരു പഴം വിളയിച്ചതുണ്ടല്ലോ, അതിലൊരു ചെറിയൊരു പുതുമ കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റാണിത്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ട്രൈ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം സൈസുള്ള പഴം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പഴം ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടണം. പഴം ഇതുപോലെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് മാറ്റാം. ഈ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര മെൽറ്റായിട്ട് ഇതുപോലെ കളർ ചേഞ്ച് ആയി വരും. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. പാൻ ഒന്ന് പൊക്കി പിടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് ഇങ്ങനെ മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് പഴം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ബനാന ടോഫി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്